ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. ഷൊർണൂർ റോട്ടറി ക്ലബ്ബും പി.കെ. ദാസ് ആശുപത്രിയും വാണിയംകുളത്ത് നിർമ്മിച്ച ബ്ലോസം പാർക്കിന്റെ ഉദ്ഘാടനം എം.എൽ.എ. മമ്മിക്കുട്ടി നിർവഹിച്ചു. ഷൊർണൂർ റോട്ടറി ക്ലബ്ബും പി.കെ. ദാസ് ആശുപത്രിയും ചേർന്ന് വാണിയംകുളത്ത് നിർമ്മിച്ച ബ്ലോസം പാർക്കിന്റെ ഉദ്ഘാടനം പി. മമ്മിക്കുട്ടി എം.എൽ.എ. നിർവഹിച്ചു. രീതിയിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇടപെടുന്നുണ്ട്. അതല്ലേ അവരുടെ ശേഷി, അവരുടെ ശേഷി, സംഘബലം, സംഘടനാ ശേഷി, അത് അവർ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അതിനു വേണ്ടിയുള്ള പണം അവർ തന്നെ കണ്ടെത്തുകയാണ്. മനസ്സിലായില്ല, ഓരോരുത്തരും ഇതിനനുസരിച്ച് കൊണ്ട് അത് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവന പ്രവർത്തനം തന്നെയല്ലേ, ഏറ്റവും വലിയ സേവന പ്രവർത്തനമാണ്. അവിടെ ക്ലബ്ബുണ്ടായിട്ട് എന്താ കാര്യം എന്ന് നാട്ടുകാർ ചോദിക്കണമെന്നുള്ള ഉത്തമമായ ഒരു മറുപടിയാണ് ഇതെന്ന്. മനസ്സിലായില്ലേ, ജനങ്ങൾക്ക് ആ വാഹനങ്ങളത്ത് പോയി നോക്കി നിങ്ങൾ റോട്ടറി ക്ലബ്ബ് അങ്ങനെ പല ഭാഗത്തുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മുടെ ആയുർവേദ ആശുപത്രിക്ക് മുമ്പിൽ ഒരു പെട്ടിക്കട തുടങ്ങിയില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. റോട്ടറി ക്ലബ്ബുകാരാണ് അവർക്ക് ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്തത് അവിടെ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കുളപ്പള്ളി അവിടെ തന്നെ വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലേ, 53 വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനവുമായി വിദ്യാഭ്യാസ മേഖലയിൽ അവർ പൈസ ചെലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരെ നിർദ്ധരായ ആളുകളെ അവർ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഒരു ക്ലബ്ബ് കൊണ്ട്, ഒരു സംഘശക്തി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ ഏറ്റവും അർത്ഥത്തിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ അല്ലേ, ആ രീതിയിൽ ഈ റോട്ടറി ക്ലബ്ബ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ആ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയണം, അവരുടെ ഇടയിലേക്ക് നമുക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയണം. റോട്ടറി പ്രസിഡന്റ് N.P. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, പി.കെ. ദാസ് ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കൃഷ്ണദാസ്, റോട്ടറി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, അസിസ്റ്റന്റ് ഗവർണർ ഹരീന്ദ്രനാഥ് A.K., ചാർട്ടർ പ്രസിഡന്റ് സയ്യിദ് മുള്ളക്കൽ, റോട്ടറി ചെയർമാൻ രാമു ചാത്തനാഥ്, ഡോക്ടർ കൃഷ്ണകുമാർ, ജിഷ് പ്രകാശ്, രവി ചേക്കൽ, വാർഡ് മെമ്പർ ബി. സിന്ധു എന്നിവർ സംസാരിച്ചു. റോട്ടറി സെക്രട്ടറി K.C. രാജേഷ് നന്ദിയും രേഖപ്പെടുത്തി. വിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്ന് പഞ്ചായത്തിനും ഇത് നിർമ്മിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവണം എന്നുള്ള ഇതിൻ്റെ റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിനെ സമീപിച്ച് സംസാരിച്ചപ്പോൾ ആകെ പറഞ്ഞത്, ഇതിൻ്റെ തുടർന്ന് വരുന്ന ഞങ്ങളിത് ഇങ്ങനെയൊക്കെ ഭംഗിയാക്കി തരാം. ഞാൻ ചെറിയ ആവശ്യങ്ങളെയാണ് പറഞ്ഞുള്ളൂ, എനിക്ക് ചെറിയ ആവശ്യങ്ങളെയാണ് പറയാൻ അറിയൂ എന്നുള്ളതുകൊണ്ട് ചെറിയ ആവശ്യങ്ങളെ ഞാൻ പറഞ്ഞു. പക്ഷേ ആ ചെറിയ ആവശ്യങ്ങളല്ല ഇപ്പോൾ അവിടെ നടത്തിയിട്ടുള്ളത്, നല്ല വലിയ ആവശ്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ 2 ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ക്യാമറ ഈ ടൗണിനാകെ ഏതാണ്ട് പരിധിയിൽ കൊണ്ടുവരുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ആപ്പ് എൻ്റെ ഫോണിലേക്ക് കയറ്റി തന്നിട്ടുണ്ട്. എനിക്ക് വീട്ടിലിരുന്നാൽ ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നോക്കണമെങ്കിൽ അതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യേനെ ഉപയോഗപ്പെടുത്തി അത്തരം സൗകര്യം ഉൾപ്പെടെ ഇപ്പോൾ റോട്ടറി ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ഉണ്ടാക്കി തന്നത് പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലും ഇതിൻ്റെ സംവിധാനം ഉണ്ട്. അവർക്ക് എവിടെയും വന്നിട്ട് ചോദിക്കേണ്ട കാര്യമില്ല, അവരുടെ കയ്യിൽ തന്നെ ഇതിനാവശ്യമായ സംവിധാനമുണ്ട്. റോട്ടറി ക്ലബിലത്തെ അംഗങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വാണിയംകുളത്തെ ഈ പറഞ്ഞ ഇതിൻ്റെ പരിധിക്കകത്ത് എന്ത് നടക്കണോ എന്ന എല്ലാ സമയത്തും അറിയാനുള്ള സംവിധാനം ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു പാർക്കും സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഏർപ്പെടുത്താൻ നേതൃത്വപരമായി പങ്കുവഹിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനും വാണിയംകുളം ജനങ്ങൾക്കുള്ള കടപ്പാടും നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് CCV.